പുതിയ ശീലത്തിനാണ് BJP തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പുതിയൊരു രാഷ്ട്രീയ ശീലത്തിനാണ്. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ല. അത് വ്യാപകമായിട്ട് BJP സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അതേസമയം CPM അതിന് പകരമായിട്ട് ഹീനമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ അവസാന നിമിഷം ഒന്നും പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പബ്ലിഷ് ചെയ്തിറക്കിയാണ്. ഇന്നലെ അടൂരിലെ സ്ഥാനാർത്ഥി ശാന്തകുമാറിനെതിരായിട്ട് അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുള്ള വ്യാപകമായി പ്രിൻ്റ് ചെയ്ത മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്തു. വ്യാപകമായി ഒരു കൊലക്കേസിലും പ്രതിയല്ല. ഒരു തരത്തിലുള്ള അത്തരം കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തില്ല. അദ്ദേഹം ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. വ്യാപകമായിട്ട് ഒരു കൊലക്കേസിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് കൊലപാതക കേസിലെ പ്രതിയാണ് എന്നുള്ള തരത്തിൽ വ്യാപകമായ പ്രചരണം CPMൻ്റെ അറിയപ്പെടുന്ന അടൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഒന്നും. ഇന്നിപ്പോൾ എനിക്കെതിരായിട്ട് വ്യാപകമായിട്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് കയ്പ മണ്ഡലത്തിലെ, അതായത് പറവൂരിലെ LDF മണ്ഡലം കമ്മിറ്റിയല്ല, എൻ്റെ LDFൻ്റെ എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സ്ഥലത്തെ കമ്മിറ്റിയുടെ പേരിലുള്ള ഒരു നോട്ടീസ് അടിച്ചിട്ടാണ് ഇന്ന് വ്യാപകമായി വിതരണം നടന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF ഇവിടെ നടത്തിയ പ്രചരണം അത് 20 കൊല്ലം മുമ്പുള്ള എൻ്റെ ആശുപത്രിയുടെ പടം ഇട്ടിട്ട് ആണ് ഇവിടെ പത്രം ഇറക്കിയത്. 20 കൊല്ലം മുമ്പുള്ള ഒരു ആശുപത്രി, മനസ്സിലായില്ലേ? ആ ആശുപത്രി അവിടെ 52,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതാണ്. ഒന്നും പണിതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുകയാണ്. 18,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൻ്റെ പണി ചെയ്യാനുള്ള പൈസയും കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയായ 70,000 സ്ക്വയർ ഫീറ്റ് ആകും. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ഉള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ആശുപത്രികളിലൊന്നാവും. എന്നിട്ട് തെറ്റായ പ്രചരണമാണ്. കഴിഞ്ഞ 2018 ഫ്ലഡിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന KSRTC സ്റ്റാൻഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പടമാണ്. ഫ്ലഡിൽ വെള്ളം കയറാത്തത് എവിടെയാണെന്ന്, വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറാത്ത സ്ഥലം എവിടെയാണ് പറവൂര്, അത് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് KSRTC സ്റ്റാൻഡെന്ന് പ്രചരണം നടത്തുക. നിങ്ങൾ പോകുന്ന വഴിക്ക് ആ KSRTC സ്റ്റാൻഡൊന്ന് കയറി നോക്ക്. ആ KSRTC സ്റ്റാൻഡിലൊന്നുമില്ല. ഇങ്ങനെ ഈ തെറ്റായ പ്രചരണങ്ങൾ നടത്തി വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ അവസാന നിമിഷം ഇതൊന്നും ജനങ്ങൾ ഇതിലൊന്നും നിൽക്കില്ല. അവർ LDFനെതിരായും അതുപോലെ BJPക്കെതിരായും അതിശക്തമായി പ്രതികരിക്കുകയും UDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അതേ അവസരത്തിൽ ഈ വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടി ശ്രദ്ധ ചെലുത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് പോസ്റ്റലോട്ടായിരുന്നു സർവീസിലുണ്ടായിരുന്ന ആളുകൾക്ക് മുഴുവൻ, അതായത് ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളവർക്ക്. ഇപ്പോൾ പോസ്റ്റലോട്ടില്ല. അതിന് പകരം ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി ഈ ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ജീവനക്കാർ വോട്ട് ചെയ്യണമെന്നാണ്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് അതിനുവേണ്ടി വെച്ചത്. നിരവധി ദിവസം ഇവർ പലരും പോയെങ്കിലും പല സ്ഥലത്തും ഇതുവരെ ബാലറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനോടും ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യണം ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ. ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക്, ജീവനക്കാർക്ക്, അധ്യാപകർക്ക്, ഉദ്യോഗസ്ഥർക്ക്, പലർക്കും അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. ആദ്യമായിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ്. പണ്ട് പോസ്റ്റലോട്ടാണ് കൃത്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള വോട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാം. ഇപ്പോൾ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ബാലറ്റ് പോലും അടിക്കാതെ എന്ത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്? ബാലറ്റ് പോലും അടിച്ച് കൃത്യമായിട്ട് സർവീസുള്ള ഇതിൻ്റെ ചാർജുള്ള ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആളുകൾക്ക് പോലും ബാലറ്റ് കൊടുക്കാൻ പറ്റാത്ത എന്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്? അതുകൊണ്ട് എല്ലാ ഈ ഡ്യൂട്ടിയുള്ള ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും അത് ബാലറ്റ് അവരുടെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയും അതിനുള്ള സമയം അവർക്ക് അനുവദിക്കുകയും ചെയ്യണമെന്ന് കൂടി ശക്തിയായി ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഞങ്ങളത് അതിൻ്റെ അകത്ത് ലീഗലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, നിയമപരമായ നടപടികളെല്ലാം സ്വീകരിക്കും. ഞാൻ ഡയറക്റ്റ് ഫൈറ്റ് എടുത്ത് പാലക്കാട് സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് വോട്ടർമാർ ഏതെങ്കിലും സ്വാധീനിച്ചൊരു അവർ ശ്രമിച്ച് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തും സാരി കൊടുത്തും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെയൊക്കെ മറികടന്നും അവിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ജയിക്കും. പക്ഷേ ഇവരിതാണ് ചെയ്യുന്നത്. BJP രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അതുണ്ടായിരുന്നു നേരത്തെ മണലൂര് നിയോജകമണ്ഡലത്തിൽ ശ്രീ പ്രതാപൻ മത്സരിക്കുന്ന നിയോജകമണ്ഡലത്തിൽ കിറ്റുകൾ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പല സ്ഥലത്തും കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സാരി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കലാശക്കൊട്ട് നടക്കുന്നതിനിടയിൽ സാരിയുടെ എല്ലാ പ്രവർത്തകരും കലാശക്കൊട്ടിൽ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഇവർ പോയി സാരി വിതരണം നടത്തുന്നത്. പ്രവർത്തകരുണ്ടാവില്ല സ്ഥലത്ത്, ആ സമയത്താണ് ഇവർ കൊടുക്കുന്നത്.
പ്രതാപനെതിരെ ഒരു വലിയ ആരോപണം, പ്രതാപന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ അതിലൊന്നും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ കണക്കാക്കാൻ പറ്റും. അതൊന്നും ഒരു അപ്രധാനപ്പെട്ട ഒരാളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബാലറ്റ് വൈകാൻ കാരണം ഇപ്പൊ ബോധപൂർവമാണെന്നും അത് ഈ സർവീസ് സംഘടനകൾ പലരും ആരോപിക്കുന്നത് ഈ സർക്കാർ ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള അതൃപ്തി ഉള്ളതുകൊണ്ട് അവരുടെ അല്ല, വ്യാപകമായ പ്രതിഷേധം അതുണ്ട്. സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അത് കൂട്ടുനിൽക്കരുത് ഇലക്ഷൻ കമ്മീഷൻ. കാരണം ജീവനക്കാരുടെ ഇടയിൽ അതിശക്തമായ പ്രതിഷേധം സർക്കാരിനെതിരെയുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, 49 വോട്ടിന് സൊസൈറ്റി പിടിച്ച സെക്രട്ടേറിയറ്റിൽ ഇപ്രാവശ്യം ജയിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷം കണ്ടില്ലേ? അതായത് LDFിലെ ജീവനക്കാർ വരെ UDF സംഘടനയ്ക്ക് വോട്ട് ചെയ്ത്, സൊസൈറ്റിയിലേക്ക് വോട്ട് ചെയ്ത് വലിയ തോതിൽ നൂറുകണക്കിന് ആളുകൾ. മാത്രമല്ല അവരുടെ റൈറ്റ് അല്ലേ, അല്ല അവരുടെ റൈറ്റ് അല്ലേ ഞാൻ ചോദിക്കേണ്ടത്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. നിങ്ങൾ പറയുന്നത് അവരുടെ റൈറ്റ് അല്ലേ, വോട്ട് ചെയ്യാനുള്ള അവരുടെ റൈറ്റ് അല്ലേ. ആ റൈറ്റ് എങ്ങനെ നിഷേധിക്കണം? എനിക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് നിഷേധിക്കാൻ പറ്റുമോ? എൻ്റെ റൈറ്റ് അല്ലേ, എൻ്റെ അവകാശമല്ലേ. ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് എത്ര പ്രാവശ്യം പോകും എറണാകുളത്ത് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ? ഇപ്പോൾ എൻ്റെ ഇവിടെയുള്ള ആളുകൾക്ക് ഡ്യൂട്ടി വൈപ്പിനിലുണ്ട്. വൈപ്പിനിൽ ഇത് പോകണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിലാണ് ഫെസിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ പറവൂരിലൊരു അധ്യാപിക 3 പ്രാവശ്യം ഫോർട്ട് കൊച്ചിയിലെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയി. 3 പ്രാവശ്യം ബാലറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പോവും. അങ്ങനെ എല്ലാവരും പലരും പോകണ്ടെന്ന് വിചാരിക്കും. അല്ലല്ല, എന്താണെന്ന് അന്വേഷിക്കണം. ഇലക്ഷൻ കമ്മീഷനല്ല അതിൻ്റെ ഉത്തരവാദിത്തം. നമ്മൾ സർവീസ് സംഘടനകളെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്തമുണ്ട്. ബാലറ്റ് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ സമയത്തെത്തിക്കുന്നത് 1 മുതൽ 8 വരെ എന്ന് അവർ പ്രഖ്യാപിച്ച് ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ബാലറ്റ് എത്തിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ ഇതാണ്. ഇലക്ഷൻ നടത്തിപ്പിൽ വന്ന ഗുരുതരമായ പാളിച്ചയാണ്. ഞങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഒരാളുടെ റൈറ്റ്, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്ക് വോട്ടില്ല. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ഇൻ കേരള. പണ്ട് പോസ്റ്റൽ വോട്ട് അയച്ചിരുന്ന മാറ്റിയിട്ടാണ് ഈ പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എത്ര പ്രാവശ്യം എന്ന് വെച്ചാൽ പോകുന്നത്. ഇവിടെ ഒരാൾക്ക് സെൻറ് ആബേഴ്സ് കോളേജിലാണ്, സ്കൂളിലൊറ്റയാണ് ബസ്സിൽ എത്ര പ്രാവശ്യം പോയി ചെന്നപ്പോൾ ബാലറ്റില്ല. അവർ പരാതി പറയുകയാണ്, അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലരും പോകില്ല. മനസ്സിലായില്ലേ? ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരു വോട്ട് ചെയ്യേണ്ട ഒരാളെ 3 പ്രാവശ്യം 4 പ്രാവശ്യം 10, 20, 25 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളതിനെ ഇലക്ഷൻ കമ്മീഷൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുതരമായ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തണം. തെറ്റ് തിരുത്താൻ പറ്റും. അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് നീട്ടിവെച്ച് എല്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിലും അതാത് സ്ഥലങ്ങളിൽ, അതാത് നിയോജക മണ്ഡലങ്ങളിലെ സെൻറ്ററുകളിൽ ഈ ഡ്യൂട്ടി ഉള്ളവർക്ക് വോട്ട് എത്തിക്കണം. വിഷ്വലിലുള്ള വന്നേക്കുന്ന സംഭവമല്ലേ, തിരക്കഥയല്ലല്ലോ. അവരവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നതിന്. അവർ ചൂടാകുന്നുണ്ടല്ലോ, വീഡിയോ എടുക്കുന്നതിന് അവർ ചൂടാകുന്നുണ്ടല്ലോ. അതാണ് എല്ലാവരും കണ്ട സംഭവമാണ് കാശ് കൈമാറുന്നത്. നിങ്ങൾ കണ്ടില്ലേ? കൃത്യമായ വീഡിയോ അല്ല. പിന്നെ ഞാനത് കൊണ്ട് കാശ് കൊടുത്തെന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറയാം. എങ്ങനെ പൊതുപ്രവർത്തകർ തോക്കണ കാര്യമല്ല, ഞാൻ തോക്കണ ജയിക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നോടുള്ളൊരു ചോദ്യമാണ്, വെല്ലുവിളി നിറഞ്ഞൊരു ചോദ്യമാണ്. UDF തോറ്റാൽ താങ്കൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഞാൻ പറഞ്ഞത് സാങ്കല്പിക ചോദ്യമാണ്. UDF തോക്കില്ല, UDF ജയിക്കും. തോറ്റാൽ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. എൻ്റെ തീരുമാനമാണ്. ഞാൻ ചെയ്യും. അത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ചെയ്യുമെന്ന്. എൻ്റെ വാക്ക് എല്ലാവരുടെ വാക്ക് പോലെ അല്ലല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. പക്ഷേ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരും. Okay, so we'll take 1 minute. Quickly, 1 minute. Stop.